വെൽക്കം ബാക്ക് ടു ജാസ് യമ്മി കുക്കിംഗ്. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലായിട്ട് ഒരു ട്രൈക്കളർ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള 3 ജ്യൂസ് റെസിപ്പീസാണ്. അപ്പോൾ നമുക്ക് ട്രൈക്കളർ തീമിൽ ചെയ്യാൻ പറ്റുന്നതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്ക് പോലും റെഡിയാക്കാവുന്ന ഒന്നാണ്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള 3 ജ്യൂസുകളാണ്. അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് ആ വൈറ്റ് കളറിലുള്ള ജ്യൂസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലേക്ക് ഫസ്റ്റ് ജ്യൂസ് റെഡിയാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ക്യാരറ്റാണ്. അപ്പോൾ ഓറഞ്ച് കളർ ജ്യൂസിന് വേണ്ടിയിട്ട് നമ്മൾ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 1 ഗ്ലാസ് ജ്യൂസ് റെഡിയാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഈ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്കായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്യാരറ്റ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസായിട്ട് നമ്മളൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുക്കുമ്പോൾ ക്യാരറ്റ് നമ്മൾ മിക്സിയിൽ ചേർത്ത് കൊടുത്ത് നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് ഇത് നന്നായിട്ടൊന്ന് അരിഞ്ഞു വരും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി യൂസ് ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ നമ്മൾ ക്യാരറ്റ് ജ്യൂസ് അടിച്ച് കഴിയുമ്പോൾ ഇഞ്ചിയുടെ ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ കിട്ടുക. അപ്പോൾ ക്യാരറ്റ് ജ്യൂസിലേക്ക് ലൈറ്റായിട്ടൊരു ഇഞ്ചിയുടെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഒരു ചെറിയ പീസ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഷുഗറും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഷുഗർ കുട്ടികൾക്ക് നമുക്ക് ഷുഗർ ഇട്ട് കൊടുത്താലാണ് അവർക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷുഗർ ചേർത്ത് കൊടുക്കാം. മുതിർന്നവർക്കാണെങ്കിൽ നമ്മൾ ഈ ഒരു ജ്യൂസ് റെഡിയാക്കിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് തേന് ചേർത്ത് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ ഹെൽത്തി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ക്യാരറ്റിനൊപ്പം വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് ഇവിടെ ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ക്യാരറ്റ് നന്നായിട്ട് ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇത് കുറച്ച് അകലമുള്ള ഒരു അരിപ്പയിൽ നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് ക്യാരറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ടും അരയാത്ത ക്യാരറ്റൊക്കെ നമുക്ക് ഒന്നും കൂടിയും മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ജ്യൂസ് കിട്ടും. അപ്പോൾ ഒട്ടും വേസ്റ്റ് ആവാതെ തന്നെ നമുക്ക് ക്യാരറ്റ് ജ്യൂസ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കി കുറച്ചും കൂടി അരയാനുള്ളതൊക്കെ നമുക്ക് അതിലേക്ക് വീണ്ടും ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജ്യൂസ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളതും കൂടിയിട്ട് ചേർത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് അരച്ചെടുക്കുമ്പോൾ കണ്ടോ ഒട്ടും വേസ്റ്റ് ആവാതെ തന്നെ നമുക്ക് ഫുള്ളായിട്ടും ക്യാരറ്റിൻ്റെ ജ്യൂസ് നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാരറ്റിൽ മിക്സ് ചെയ്ത് നമ്മൾ ഏതെങ്കിലുമൊക്കെ ജ്യൂസ് അടിക്കുകയാണെങ്കിൽ കൂടിയും ഇതുപോലെ ക്യാരറ്റ് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒട്ടും വേസ്റ്റ് ആവാതെ ക്യാരറ്റിൻ്റെ ഫുൾ ജ്യൂസ് നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഇത് ടേസ്റ്റി ആയിട്ട് മാറ്റാനായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം നാരങ്ങ നീരാണ്. അപ്പോൾ 1 ഗ്ലാസ് ക്യാരറ്റ് ജ്യൂസിലേക്കാണ് നമ്മളിത് ചേർക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഷുഗറൊക്കെ കറക്റ്റാണെങ്കിൽ അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ക്യാരറ്റിലേക്ക് നമ്മൾ ഈ ലെമൺ ജ്യൂസും അതുപോലെ ജിഞ്ചറൊക്കെ ചേർത്തിട്ട് റെഡിയാക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ജ്യൂസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ വളരെ ഹെൽത്തിയാണ്. അവ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. ഇനി ഇതിലേക്കുള്ള വൈറ്റ് കളർ ജ്യൂസ് റെഡിയാക്കാനായിട്ട് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് റംബുട്ടാനാണ്. അപ്പോൾ റംബുട്ടാൻ ഇവിടെ ഇപ്പോൾ സീസണലാണല്ലോ. അപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണല്ലോ. അപ്പോൾ ഇവിടെ കുട്ടികൾക്കും അതുപോലെ എല്ലാവർക്കും തന്നെ ഇത് വെറുതെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ ഇതൊരു ജ്യൂസായിട്ടൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു വൈറ്റ് കളർ ജ്യൂസിന് വേണ്ടിയിട്ട് ആലോചിച്ചപ്പോഴാണ് റംബുട്ടാൻ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ റംബുട്ടാൻ ജ്യൂസ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ അതിൻ്റെ ഫ്ലഷ് മാത്രമാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ സ്കിന്നൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഫ്ലഷ് മാത്രം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ റംബുട്ടാൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് 1/2 മുറി നാരങ്ങയുടെ നീരാണ്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടിയിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിൻ്റെ ഫ്ലഷ് മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2 മിനിറ്റൊക്കെ നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോഴേക്കും ഈ ജ്യൂസ് നന്നായിട്ട് അരഞ്ഞ് ചേർന്നിട്ടുണ്ടാകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫിൽറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല വൈറ്റ് കളർ ജ്യൂസ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ റംബുട്ടാൻ്റെ ജ്യൂസും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ റംബുട്ടാൻ്റെ നല്ല മധുരമുള്ള നന്നായിട്ട് പഴുത്ത റംബുട്ടാൻ തന്നെ നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ നല്ല ഫ്ലഷ് ഉള്ള ടൈപ്പ് റംബുട്ടാനാണ് നമ്മൾ ഇതിലേക്കായിട്ട്
യൂസ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ഒരു നല്ലൊരു കൺസിസ്റ്റൻസിയിലുള്ള ജ്യൂസ് റെഡിയാക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ലെമൺ ചേർത്തിട്ടാണല്ലോ റെഡിയാക്കുന്നത്. അപ്പോൾ ആ ലെമണിൻ്റെ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ റംബൂട്ടാൻ്റെ ഒരു മധുരമൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് മൂന്നാമത്തെ ജ്യൂസാണ്, അതായത് ഗ്രീൻ കളറിലുള്ള ജ്യൂസ്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പിടി പുതിനയില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഞാൻ പറയുന്നത് ഒരു ഗ്ലാസ് ജ്യൂസിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു നാരങ്ങ ഫുള്ളായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നാരങ്ങയുടെ നീരാണ് നമ്മൾ എടുത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ പുതിനയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് മിക്സി ജാറിലേക്ക്. എന്നിട്ട് ആ ഒരു നാരങ്ങ പിഴിഞ്ഞ് നാരങ്ങ നീര് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഷുഗർ ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ക്യാരറ്റിൽ ചേർത്ത പോലെ തന്നെ ഇതിലും ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതുപോലെ നല്ല ഗ്രീൻ കളറിലുള്ള ജ്യൂസ് കിട്ടുന്നവരെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അതും ഇതുപോലെ ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള 3 ജ്യൂസ് നമ്മൾ വളരെ ഈസി ആയിട്ടാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ മിൻറ്റ് ലൈം നമുക്ക് ആ മിൻറ്റിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് ഒരു പിടിയോളം പുതിനയില തന്നെ യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ അപ്പോൾ നമ്മുടെ 3 ജ്യൂസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് സെർവ് ചെയ്യാൻ നേരം ഐസ് ക്യൂബ്സൊക്കെ ഇട്ടിട്ട് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ഉള്ള ആ ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഇതുപോലെ യമ്മി റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.